കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അതിൽ പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിനെ കുറിച്ചായിരുന്നു ഇതുവരെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ. പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ് 3 സ്റ്റേജ് ഉണ്ട് പറഞ്ഞിരുന്നു. പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ്, എമർജൻസി സ്റ്റേജ് ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ്. അതിൽ നമുക്ക് ആദ്യത്തെ പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ് കഴിഞ്ഞു. ഇനി മറ്റ് 2 സ്റ്റേജുകൾ എമർജൻസി സ്റ്റേജും പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജും നോക്കാം. അപ്പോൾ എമർജൻസി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഇതിൽ വരുന്നത് എമർജൻസി സ്റ്റേജ്. എന്താ നോക്കാം. എമർജൻസി സ്റ്റേജ് ഇറ്റ് കണ്ടെയ്ൻസ് റെസ്ക്യൂ ആൻഡ് ഇവാക്യുവേഷൻസ്, ഷെൽട്ടർ ഫോർ വിക്ടിംസ്, റിലീഫ് ഫോർ ലൈഫ് സ്റ്റോക്ക്, ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ് ആൻഡ് ഫൈനലി ഡാമേജ് അസസ്മെൻറ്റ് സർവേ. ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് ഇതിൽ വരിക എമർജൻസി സ്റ്റേജിൽ. റെസ്ക്യൂ ആൻഡ് ഇവാക്യുവേഷൻസ്, രക്ഷപ്പെടുത്തൽ, പിന്നെ പലായനം, അല്ലേ, ജനങ്ങൾ ആ ഭാഗത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. ഷെൽട്ടർ ഫോർ വിക്ടിംസ്, അതിന് ഇരയായവർക്ക് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുക. റിലീഫ് ഫോർ ലൈഫ് സ്റ്റോക്ക്, കന്നുകാലികളുടെ സംരക്ഷണം. ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ്, പിന്നെ ഡെഡ് ബോഡീസ് എന്താണ്, മനുഷ്യർതാവും ജീവജാലങ്ങളുണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഡാമേജ് അസസ്മെൻറ്റ് സർവേ. ഇതിനൊക്കെ ശേഷം ഈ ഡിസാസ്റ്ററിനെ കുറിച്ചൊരു സർവേ കണ്ടക്ട് ചെയ്യുക. അതൊക്കെ ഏതിൽ വരുന്നതാണ്, എമർജൻസി സ്റ്റേജിൽ വരുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി, ഇറ്റ് കണ്ടെയ്ൻസ് റെസ്ക്യൂ ആൻഡ് ഇവാക്യുവേഷൻസ്, ഷെൽട്ടർ ഫോർ വിക്ടിംസ്, റിലീഫ് ഫോർ ലൈഫ് സ്റ്റോക്ക്, ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ് ആൻഡ് ഫൈനലി ഡാമേജ് അസസ്മെൻറ്റ് സർവേ. ഒന്നുകൂടി വിശദമായിട്ട് നോക്കാം. ദിസ് സ്റ്റേജ് റിക്വയർസ് എ റാപ്പിഡ് ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ആവശ്യമുണ്ട് ഈ സ്റ്റേജിൽ. ഓക്കെ, ദ ടീം ഷുഡ് ഹാവ്, ആ റാപ്പിഡ് ആക്ഷൻ ടീം എങ്ങനെ ആവണം എന്നാണ്, ഷുഡ് ഹാവ് ദ കൺസേൺ ആൻഡ് ടെക്നിക്കൽ നോളജ് ആൻഡ് സ്കിൽസ് ടു കണ്ടക്ട് സച്ച് ഓപ്പറേഷൻസ്. ഈ ഡിസാസ്റ്ററിനെ കുറിച്ച് ടെക്നിക്കൽ നോളജ് ഉണ്ടാവണം, അതേപോലെ സ്കിൽസ് ഉണ്ടാവണം, എന്തിന്, ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യാൻ. ഓക്കെ, then this stage required that local people are trying to handle emergency situations. അപ്പോൾ അത് മാത്രം പോരാ, ആ പ്രദേശവാസികൾക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താവണം, അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കണം. നെക്സ്റ്റ്, ദ ഫോർമുലേഷൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി അറ്റ് ലോക്കൽ ലെവൽ. അപ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ എന്തുണ്ടാവണം, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി, അതായത് അവിടുത്തെ ഗവൺമെൻറ്റും ജനങ്ങളും, നമ്മളിവിടെയൊക്കെ പഞ്ചായത്ത് അങ്ങനെ ഓരോന്നും ഉണ്ടാവില്ലേ, എല്ലാ അംഗങ്ങളും അടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപപ്പെടുത്തണം. ദെൻ ഇമ്മീഡിയറ്റ് റിലീഫ് ഓപ്പറേഷൻസ് ടു ബി ക്യാരിഡ് ഔട്ട്. എന്താവണം, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, റിലീഫ് ഓപ്പറേഷൻസ് നടത്തണം. ഇത്രയാണ് എന്ത് എമർജൻസി സ്റ്റേജ്. അതിൽ ഒന്നുകൂടി ഉണ്ട് അസസ്മെൻറ്റ് സർവേ, അത് പറയാം. എമർജൻസി സ്റ്റേജിൻ്റെ പ്രധാന ഭാഗം ഇറ്റ് കണ്ടെയ്ൻസ് റെസ്ക്യൂ ആൻഡ് ഇവാക്യുവേഷൻസ്, ഷെൽട്ടർ ഫോർ വിക്ടിംസ്, റിലീഫ് ഫോർ ലൈഫ് സ്റ്റോക്ക്, ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ് ആൻഡ് ഫൈനലി ഡാമേജ് അസസ്മെൻറ്റ് സർവേ. ദിസ് സ്റ്റേജ് റിക്വയർസ് എ റാപ്പിഡ് ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ദ ടീം ഷുഡ് ഹാവ് ദ കൺസേൺ ആൻഡ് ടെക്നിക്കൽ നോളജ് ആൻഡ് സ്കിൽസ് ടു കണ്ടക്ട് സച്ച് ഓപ്പറേഷൻസ്. This stage required that local people are trained to handle the emergency situation. The formulation of disaster management committee at local level, immediate relief operations to be carried out. ഓക്കെ, ഞാൻ ഇതിൽ നമ്മൾ പറഞ്ഞു അസസ്മെൻറ്റ് സർവേയും കൂടി അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്താണ് അസസ്മെൻറ്റ് സർവേ നോക്കാം. അസസ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈൻ ദ ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റർ ഓൺ എ സൊസൈറ്റി. ഇത് ആ എമർജൻസി സ്റ്റേജിൻ്റെ അവസാനമായിട്ട് നടക്കുന്ന ആ ഡിസാസ്റ്റർ എത്രത്തോളം ഇമ്പാക്റ്റ് ആ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് കൊടുക്കുന്നത് ദ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ടു എസ്റ്റാബ്ലിഷ് ദ നീഡ്സ് ഫോർ ഇമ്മീഡിയറ്റ് എമർജൻസി മെഷേഴ്സ് ടു സേവ് ആൻഡ് സസ്റ്റെയിൻ ദ ലൈഫ്സ് ഓഫ് സർവൈവേഴ്സ്. അതായത് ഈ ഡിസാസ്റ്ററിന് സർവേ ചെയ്തവർക്ക് ഉള്ള ഇമ്മീഡിയറ്റ് ആക്ഷൻസാണ് എന്ത് വേണ്ടത്, ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരേണ്ടത് ഈ സർവേയിൽ. ഓക്കെ, ദ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ടു എസ്റ്റാബ്ലിഷ് ദ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ, ഫോർ ഇമ്മീഡിയറ്റ് എമർജൻസി മെഷേഴ്സ് ടു സേവ് ആൻഡ് സസ്റ്റെയിൻ ദ ലൈഫ്സ് ഓഫ് സർവൈവേഴ്സ്. അവരുടെ ജീവൻ നിലനിർത്തുന്ന
ആവശ്യമായ കാര്യങ്ങളായിരിക്കണം അപ്പോൾ ആ സർവേയിൽ ഫസ്റ്റ് നോക്കേണ്ടത്. ദ സെക്കൻഡ് പ്രയോറിറ്റി ഫോർ റിക്കവറി ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇനി അവരുടെ റിക്കവറി പിന്നെ അവരുടെ ഡെവലപ്മെൻറ്റുമാണ് എന്ത് സെക്കൻഡ് പ്രയോറിറ്റിയിൽ വരുന്നത്. ഇത്ര ഏതിൽ വരുന്നതാണ്? എമർജൻസി സ്റ്റേജിൽ വരുന്നതാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജാണ് ഇത് പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ്. അതാണ് എന്ത് റിക്കവറി ഓർ റീഹാബിലിറ്റേഷൻ ഫേസ് എന്ന് പറയുന്നത്. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരധിവാസം. അപ്പോൾ ആ സ്റ്റേജിൽ എന്തൊക്കെ? ദി സ്റ്റേജ് ഇൻക്ലൂഡ് ടെമ്പററി ഷെൽറ്റേഴ്സ്. അപ്പോൾ പോസ്റ്റ് അതായത് ഡിസാസ്റ്റർ കഴിഞ്ഞതിന് ശേഷം ആദ്യം തന്നെ എന്ത് ചെയ്യാം? എന്താണ് ടെമ്പററി ഷെൽറ്റേഴ്സ് ജനങ്ങൾക്ക് ജീവിക്കാൻ. ദെൻ റീകൺസ്ട്രക്ഷൻ ഓഫ് ഡാമേജ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് ആയിട്ടുള്ള അവയുടെ പുനർനിർമ്മാണം. റീകൺസ്ട്രക്ഷൻ ഓഫ് ഡാമേജ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ. ദെൻ പ്രോപ്പർ ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. ജനങ്ങൾക്ക് വ്യക്തമായ ഇൻഫർമേഷൻ ഈ ഡിസാസ്റ്ററിനെ കുറിച്ചും ഇനി ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും എന്ത് ചെയ്യണം? അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ അബൌട്ട് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കണം. എന്തിനെക്കുറിച്ച്? സുരക്ഷിതത്വത്തെക്കുറിച്ചും ആരോഗ്യത്വത്തെക്കുറിച്ചും. ദെൻ കൗൺസിലിംഗ് പ്രോഗ്രാംസ്. ഇപ്പോൾ മാനസികമായി കുറേ പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും ഈ ഡിസാസ്റ്ററിൽ പെട്ടവർ. ഇപ്പോൾ ജീവൻ കുടുംബക്കാരുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഫലമായിട്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? പ്രോപ്പർ കൗൺസിലിംഗ് നടത്തണം. അതായത് കൗൺസിലിംഗ് പ്രോഗ്രാംസ്. ഇത്രയാണ് ഏതിൽ വരുന്നത്? പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ്, റിക്കവറി ഓർ റീഹാബിലിറ്റേഷൻ ഫേസ്, ടെമ്പററി ഷെൽറ്റേഴ്സ്, റീകൺസ്ട്രക്ഷൻ ഓഫ് ഡാമേജ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രോപ്പർ ഇൻഫർമേഷൻ ടു ദ പബ്ലിക്, എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ അബൌട്ട് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, കൗൺസിലിംഗ് പ്രോഗ്രാംസ്. അപ്പോൾ രണ്ട് സ്റ്റേജുകളാണ് നമ്മൾ നോക്കിയത്. പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ് നമ്മൾ ആദ്യം നോക്കിയിരുന്നു. ഇത് എമർജൻസി സ്റ്റേജും പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജും ഒന്നുകൂടി നോക്കാം. എമർജൻസി സ്റ്റേജിൽ വരുന്നത് റെസ്ക്യൂ ആൻഡ് ഇവാക്യുവേഷൻ, ഷെൽട്ടർ ഫോർ വിക്ടിംസ്, റിലീഫ് ഫോർ ലൈഫ് സ്റ്റോക്സ്, ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ് ആൻഡ് ഫൈനലി ഡാമേജ് അസസ്മെൻറ്റ് സർവേ. ഓക്കെ. അപ്പോൾ ആദ്യം എന്താ? റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വേണം. പിന്നെന്താണ്? അവയ്ക്ക് എന്താണ്? ടെക്നിക്കൽ നോളജ് ആൻഡ് സ്കിൽസ് വേണം. പിന്നെ ലോക്കൽ പീപ്പിളിൻ്റെ അവരെയും എന്ത് ചെയ്യണം? ട്രെയിൻ ചെയ്യിക്കണം. പിന്നെ നാട്ടിൽ എന്ത് ചെയ്യണം? ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഫോം ചെയ്യണം. പിന്നെ ഇമ്മീഡിയറ്റ് റിലീഫ് ഓപ്പറേഷനാണ് നടത്തേണ്ടത്. ദെൻ അസസ്മെൻറ്റ് സർവേ നടത്തണം. അതായത് ആ ഡിസാസ്റ്ററിനെ കുറിച്ചൊരു സർവേ നടത്തുക. അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ ആവശ്യങ്ങൾക്കായിരിക്കണം. അതായത് ഇതിന്ന് രക്ഷപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്ക്. രണ്ടാമത്തെ അവരുടെ റിക്കവറി ആൻഡ് ഡെവലപ്മെൻറ്റിനായിരിക്കണം. ദെൻ പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുക? ഷെൽട്ടർ നിർമ്മിക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യുക? റീകൺസ്ട്രക്ഷൻ നടത്തുക. ദെൻ പ്രോപ്പർ ഇൻഫർമേഷൻ ടു പബ്ലിക്. പിന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിനെ കുറിച്ച് ബോധവൽക്കരിക്കുക. ദെൻ കൗൺസിലിംഗ് പ്രോഗ്രാംസ്. ഓക്കെ, താങ്ക് യു.